മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ആദിലയും നൂറയും കരയുന്നത് നമ്മൾ കണ്ടിരുന്നു. കാരണം വേറൊന്നുമല്ല, അക്ബറും ഉമ്മയും സംസാരിക്കുന്നതിനിടയിൽ ഉമ്മ അക്ബറിനോട് പറയുന്നുണ്ട്, ആദിലയോടും നൂറയോടും വലിയ അടുപ്പം വേണ്ട, അല്ലെങ്കിൽ സംസാരിക്കേണ്ട എന്ന്. എന്തായാലും ആ സംഭവത്തിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ അക്ബർ വന്നിരിക്കുകയാണ്. ലൈവിൽ നമുക്ക് കാണാം, ഫുഡ് കഴിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയത്ത് ഒരു സോഫയിൽ അക്ബറും അപ്പുറത്തെ സോഫയിൽ ആദിലയും നൂറയും കിടക്കുന്നുണ്ട്. അവർ തമ്മിൽ വലിയ മിണ്ടാട്ടമോ അല്ലെങ്കിൽ ചിരിയോ ഒന്നുമില്ല. പിന്നീട് അക്ബർ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഉമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ഇന്നലെ തൊട്ട് ഞങ്ങളോട് സംസാരിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അക്ബർ ആ കാര്യം അറിയുന്നത്. അക്ബർ പറയുന്നുണ്ട്, ഞാൻ അത് കേട്ടിട്ടില്ല, ഉമ്മ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടില്ല, നിങ്ങൾ മാത്രം എങ്ങനെയാണ് കേട്ടതെന്നും അക്ബർ ചോദിക്കുന്നുണ്ട്. ആദില അതിന് പറയുന്നത്, എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു ഉമ്മ സംസാരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ് ഇരുന്നത്. ഞാൻ മാത്രമല്ല ശാരിക ചേച്ചിയും കേട്ടു എന്ന് ആദില പറയുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് കോള് കട്ട് ചെയ്തത്. കാരണം പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാകാം ബിഗ് ബോസ് കോള് കട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അക്ബർ ചോദിക്കുന്നത്, ഓ അതാണോ അവർ കോള് കട്ട് ചെയ്തത്? പക്ഷേ ഞാൻ ഉമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ ആ ഒരു ഫീലിങ്സിലിരിക്കുമായിരുന്നു. അക്ബർ എന്തായാലും അത് കേട്ടിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു പക്ഷേ അക്ബർ പറയുന്നതും സത്യമാകാം. കാരണം ഈ 3 ആഴ്ച കൂടി ഇന്നലെയാണ് അക്ബറിൻ്റെ ഉമ്മയുടെ സൗണ്ട് കേൾക്കുന്നത്. സ്വരം കേൾക്കുമ്പോൾ തന്നെ അക്ബർ വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ ഫീലിങ്സിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഉമ്മ ആദിലേനെയും നൂറേനെയും കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവില്ല. ആദില അപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ ഞങ്ങൾ ഇക്കനെ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ ഇക്ക ഞങ്ങളുടെ അടുത്ത് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇക്ക ഉമ്മ പറഞ്ഞത് കൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടതാകുമെന്ന്. അപ്പോൾ അക്ബർ പറയുന്നത്, ചിലപ്പോൾ ഉമ്മയ്ക്ക് തെറ്റിദ്ധാരണ വന്നതാവും, അല്ലെങ്കിൽ ഉമ്മേനെയും കൊണ്ട് പറയിച്ചതാകാം. എന്താണ് സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല, സത്യമായിട്ടും ഞാൻ കേട്ടിട്ടില്ല എന്ന് തന്നെ അക്ബർ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുമായി ഗ്യാപ്പ് ഇട്ടതൊന്നുമല്ല, ഞാൻ ഇന്നലത്തെ ദിവസത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ഇന്നലത്തെ ടാസ്കിൽ ശരത്ത് അക്ബറിൻ്റെ നേരിലാണെന്നും പറഞ്ഞ് വോട്ട് ചെയ്തു. അത് ശരിക്കും അക്ബറിന് ഫീലായി. ആ ഒരു ഹാങ് ഓവറിലാണ് ഞാൻ. ശരത്തും അക്ബറും നല്ല ഫ്രണ്ട്സാണ് എന്ന് കരുതി ശരത്ത് സംസാരിക്കേണ്ടടുത്ത് ശരത്ത് തന്നെയാണ് സംസാരിക്കാറ്, അക്ബർ സംസാരിക്കേണ്ടടുത്ത് അക്ബറുമാണ്. അല്ലാതെ ഞങ്ങൾ പരസ്പരം നിഴലായിട്ട് നിന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നിഴലാന്ന് പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഇടാമെന്ന് കരുതി ശരത്തുമായി. ശരത്തിന് വേണ്ടി ഇനി ശരത്ത് തന്നെ സംസാരിക്കട്ടെ, ഞാൻ അവനുമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ ഈ നിഴലാണെന്നുള്ള ആ ഒരു പേര് മാറിക്കിട്ടുമല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത്, അത് ശരത്തിന് ഹേർട്ടാകും. നിങ്ങൾ ആദ്യം ശരത്തിനെ വിളിച്ച് ശരത്തിനോട് സംസാരിക്കുക, അല്ലാതെ മിണ്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരത്തിന് ഹേർട്ടാവാനേ സാധ്യതയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ അതുപോലെ തന്നെ ഉമ്മയോട് സംസാരിക്കുമ്പോൾ കരയുന്ന അക്ബറിനെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിന്നെ പോലെ ഞാനൊന്നും കരയില്ലെന്ന്. അതും അക്ബറിന് നല്ല രീതിയിൽ ഫീലായെന്ന് ഇപ്പോൾ ആദിലയോട് പറയുന്നുണ്ട്. കാരണം അക്ബർ ഇവിടെ വേറൊരു കാര്യത്തിനും കരഞ്ഞിട്ടില്ല. ആരോടെങ്കിലും വഴക്കു പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന സമയത്തോ കരഞ്ഞിട്ടില്ല. ഉമ്മ അല്ലെങ്കിൽ മാതൃസ്നേഹം, അതിൻ്റെ മുമ്പിലാണ് കരഞ്ഞു പോയത്. അതും ഇപ്പോൾ തെറ്റാണോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, അതിപ്പോൾ ആരാണെങ്കിലും കരഞ്ഞു പോകും, നമ്മൾ ആ ഒരു ഫീലിങ്സിൽ ഇരിക്കുവാണെങ്കിൽ കരഞ്ഞു പോകും. ഇക്ക അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, നല്ല രീതിയിൽ ഗെയിം കളിക്കുക, ശരത്തേട്ടനുമായിട്ട് സംസാരിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക. അങ്ങനെ എന്തായാലും ആദിലയും നൂറയും ഇന്നലെ ആ ഒരു പ്രശ്നം പറഞ്ഞു തീർത്തിരിക്കുവാണ് അക്ബറുമായി. ചിലപ്പോൾ അക്ബർ പറഞ്ഞത് സത്യമാവാം, ഉമ്മേനെയും കൊണ്ട് ആരെങ്കിലും പറയിച്ചതാകാം, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതാവാം. എന്തായാലും അക്ബർ ആദിലയും നൂറയുമായി ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി. ഇതുകൊണ്ട് അക്ബറിൻ്റെ ഫാമിലിക്ക് ഇന്നലെ ഉണ്ടായ നെഗറ്റീവ് ഇമേജ് മാറുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അക്ബറിന് എന്തായാലും നെഗറ്റീവ് ഇമേജ് മാറാൻ സാധ്യതയുണ്ട്. ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയ്ക്ക് പരസ്പരം മിണ്ടാതിരിക്കുന്നതിനോട് എനിക്കും യോജിപ്പൊന്നുമില്ല. അക്ബർ എന്തായാലും അവരോട് സംസാരിച്ചതും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതും വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.